ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് മൗലിക അവകാശങ്ങളിൽ അടുത്തതാണ്, അഞ്ചാമത്തേത്. അതിപ്രകാരമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 and 30 29ഉം 30ഉം അനുച്ഛേദങ്ങളിലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 29 പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഫോർ ദ ഇൻട്രസ്റ്റ്സ് ഓഫ് മൈനോറിറ്റീസ് എന്നുള്ളതാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ സംരക്ഷണം, ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 30 പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 30. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ളതായ അവകാശത്തെക്കുറിച്ചാണ്. ഈ രണ്ട് ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30ഉം ചേരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അഞ്ചാമത്തേതായിട്ട് വരുന്നത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിൽ ആദ്യം പറയുന്നത് പ്രൊട്ടക്ഷൻ ഫോർ ദ ഇൻട്രസ്റ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഭാഷാ ന്യൂനപക്ഷം ആകാം, അല്ലെങ്കിൽ മത ന്യൂനപക്ഷമാകാം. ഭാഷയുടെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ളതായ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള, അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം അത് ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ആർട്ടിക്കിൾ 30 പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും ഏർപ്പെടുത്തുന്നതിനും അത് ഭരിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അത് ഏതെങ്കിലും മതത്തിൻ്റെ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ പാടില്ല. അവർക്കും അതുപോലുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ സർക്കാരുകൾ കൊടുത്തേ മതിയാകൂ. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക്, അത് ഭാഷാ ന്യൂനപക്ഷമോ മതന്യൂനപക്ഷമോ എന്തോ ആകട്ടെ, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇത് രണ്ടും ചേരുന്നതാണ് ഭരണഘടന നമുക്ക് തരുന്ന മൗലിക അവകാശങ്ങളിൽ അഞ്ചാമത്തേതായിട്ട് പറയുന്നത്, അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയും. ഇനി വരുന്നത് ആറാമത്തെയാണ്. ആറാമത്തെ റൈറ്റ് പ്രകാരമാണ് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നുള്ളതാണ്. ഭരണഘടനാപരമായ പ്രതിവിധികൾ, ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഇത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഈ അവകാശത്തെ പറയുന്നത് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സാരവും സത്തും ആത്മാവും ഹൃദയവും ഒക്കെ ഈ പറയുന്ന റൈറ്റാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. എന്താണ് ഈ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഭരണഘടന നമുക്ക് തരുന്ന ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ നമ്മൾ മുകളിൽ 5 തരത്തിലുള്ള അവകാശങ്ങൾ, അതിൻ്റെ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഈ അവകാശങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉണ്ട്. അവകാശങ്ങൾ നൽകുക മാത്രമല്ല ഭരണഘടന ചെയ്യുന്നത്, ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗം കൂടെ ഭരണഘടന നൽകുന്നുണ്ടെന്നർത്ഥം. അതിനുള്ള പരിഹാരം കൂടെ നൽകുന്നുണ്ട്. അതിനുള്ള പരിഹാരം കൂടെ ഒരു അവകാശമാണ്, മറ്റൊരു അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. റെമഡി ഈസ് എ റൈറ്റ്. അവിടെ നമുക്കുള്ള പരിഹാരം തന്നെ ഒരു അവകാശമായിട്ട് മാറുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ നിഷേധം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പൗരന് ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് കോടതിയെ സമീപിക്കാൻ സാധിക്കും. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ അതിൻ്റെ ക്രമം അനുസരിച്ച്, നടപടിക്രമങ്ങളനുസരിച്ച് അവരെ സ്വാധീനിക്കല്ല സമീപിക്കാനായിട്ട് സാധിക്കുന്നു.
അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതിന് ഹൈക്കോടതികൾക്കും അതുപോലെ തന്നെ സുപ്രീം കോടതികൾക്കൊക്കെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. അതിലിടപെടാനായിട്ട് ഭരണഘടന 32-ാം അനുച്ഛേദത്തിൽ സുപ്രീം കോടതിക്കും 226-ാം അനുച്ഛേദത്തിൽ ഹൈക്കോടതിക്കും ഇതിനുള്ള അവകാശം നൽകുന്നുണ്ട്. ആ അവകാശങ്ങൾ റിട്ടുകളുടെ രൂപത്തിലാണ്. റിട്സ് WRITS റിട്സ്. എന്താണ് ഈ റിട്ടുകൾ എന്ന് പറയുന്നത്? റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുള്ള അധികാരത്തെയാണ് റിട്ടധികാരം എന്ന് പറയുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എവിടെയെങ്കിലും ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനായിട്ട് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കൊക്കെ ഭരണഘടന അവകാശം നൽകുന്നു. അതിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഈ റിട്ടുകൾ പലതരത്തിലാണ്. അത് ഹേബിയസ് കോർപ്പസ് റിട്ടുകളുണ്ട്, മൻഡാമസ് എന്ന് പറയുന്ന റിട്ടുണ്ട്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നുണ്ട്, സെർഷ്യോലറി ഉണ്ട്, കോവാറുണ്ടോ. അങ്ങനെ പലതരത്തിലുള്ള റിട്ടുകൾ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമൊക്കെ ഉത്തരവായിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കും. എപ്പോൾ? ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്, ഹേബിയസ് കോർപ്പസ് ഒരു ലാറ്റിൻ പദത്തിൽ നിന്ന് ഉരുവായ ഒരു പദമാണ് ഹേബിയസ് കോർപ്പസ്. അതിൻ്റെ അർത്ഥം യു മേ ഹാവ് ദ ബോഡി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരീരമേറ്റെടുക്കാം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഹേബിയസ് കോർപ്പസ്. ഈ റിട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ഉദ്ദേശത്തെ മുൻനിർത്തി ശാരീരികമായി ഹാജരാക്കാൻ കൽപ്പിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവാണ്. ഒരാളെ ഫിസിക്കലി ശാരീരികമായിട്ട്, അയാൾക്ക് പകരം വേറെ ആളല്ല, ഒരാളെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഒരു സ്ഥാനത്ത് ശാരീരികമായി ഫിസിക്കലി ഹാജരാക്കാൻ വേണ്ടി കൊടുക്കുന്നതായ ഉത്തരവാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഉത്തരവ്. അത് ഭരണഘടനയുടെ റിട്ടുകളിൽ വരുന്ന ഒരു റിട്ടാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മൻഡാമസ് എന്ന് പറയുന്നത്. മൻഡാമസ് ഇതുപോലെ തന്നെ ലത്തീൻ പദത്തിൽ നിന്നുള്ള ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പദമാണ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥമാണുള്ളത്. വി ഓർഡർ അല്ലെങ്കിൽ വി കമാൻഡ് എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഇതെന്താണ് ഈ റിട്ടിൻ്റെ പ്രത്യേകത? ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിച്ചുകൊണ്ട് കോടതി നൽകുന്ന കൽപ്പനയാണ് മൻഡാമസ് റിട്ട് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ അവരുടെ കർത്തവ്യത്തിൽ നിന്ന് മാറി നിന്നു, അത് കോടതിക്ക് ബോധ്യമായി. അവർ ആ കർത്തവ്യം ചെയ്യുന്നത് മറ്റൊരാളുടെ അവകാശമായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരോട് ആ കർത്തവ്യം നിർവഹിക്കാനായിട്ട് കോടതി നൽകുന്ന നിർദ്ദേശത്തെയാണ്, കൽപ്പനയെയാണ് മൻഡാമസ് എന്ന് പറയുന്നത്. അത് വി കമാൻഡ് ഓർ വി ഓർഡർ, നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിലുള്ളൊരു ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അടുത്താണ് പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? ഒരു കീഴ്ക്കോടതി, താഴെയുള്ള കോടതി അതിൻ്റെ അധികാര അതിർത്തി ലംഘിക്കുകയോ അതിൻ്റെ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രാഥമികമായി അതിനെ തടയുന്നതിനാണ് പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ റിട്ട് അതായത് എന്താണ്? ഒരു വ്യക്തിയെ ഒരു കീഴ്ക്കോടതി അത് നീതിന്യായ പ്രകാരം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സ്വാഭാവിക നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യം ഒരു കീഴ്ക്കോടതി ചെയ്യുകയാണെങ്കിൽ ആ കീഴ്ക്കോടതിയെ തടയുകയാണ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ. അതിനാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു കേസിൻ്റെ വിചാരണ നടത്തുന്നതിന് വേണ്ടിയിട്ട് കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്ക് ഇഷ്ടപ്രകാരമുള്ള ഒരു ജഡ്ജിയെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ ആ പ്രതിക്ക് അനുകൂലമായിട്ട് ജഡ്ജി വിധി പറഞ്ഞെന്നൊക്കെ വന്നേക്കാം. അങ്ങനെയൊക്കെ സ്വാധീനങ്ങളോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് മേൽക്കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ അത് അത്തരം സംവിധാനത്തെ തടയുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുന്ന റിട്ടിനെയാണ് നമ്മൾ പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. അടുത്ത സെർഷ്യോലറി എന്ന് പറയുന്ന ഒരു റിട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒരു കേസോ അല്ലെങ്കിൽ ഒരു പരാതിയോ നീക്കം ചെയ്യാനുള്ള ഉത്തരവാണ്.
അങ്ങനെയുള്ള കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന ഒരു പ്രത്യേക അധികാരത്തോടു കൂടി റിട്ടാണ് സെർഷ്യോററി. കീഴ്ക്കോടതിയിൽ ഒരു കേസ് നടക്കുന്നു, കീഴ്ക്കോടതിയിൽ നടക്കുന്ന ആ കേസ്, ആ പരാതി അല്ലെങ്കിൽ ആ കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റണം. ഈ കീഴ്ക്കോടതിയിൽ ഈ കേസ് നടന്നാൽ ശരിയാവില്ല, ഇത് മേൽക്കോടതിയിലേക്ക് മാറ്റണം. കാരണം കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു പക്ഷേ പരാതിക്കാരന് ന്യായമായ നീതി കിട്ടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, അതിലെന്തെങ്കിലും അതിൻ്റെ നടത്തിപ്പിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കേണ്ട അവകാശം നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ കാണുമ്പോൾ അത് ബോധ്യമായി കഴിഞ്ഞാൽ മേൽക്കോടതിക്ക് അത്തരം കേസുകൾ കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കുന്ന റിട്ടിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് കോ വാറണ്ടോ. അടുത്തൊരു റിട്ടിൻ്റെ പേരാണ് കോ വാറണ്ടോ. ഇതെന്താണ്? ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടയുകയോ ആ ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുന്നതിനായി പ്രഖ്യാപിക്കുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവിനെയാണ് കോ വാറണ്ടോ. ഒരാൾ ഒരു സ്ഥാനത്തിരിക്കുകയാണ്, ആ സ്ഥാനത്തിരിക്കാൻ അയാൾക്ക് അർഹതയില്ല, ആ സ്ഥാനത്തിരിക്കേണ്ടത് വേറെ ആളായിരുന്നു. അപ്പോൾ ശരിക്കും ആ സ്ഥാനത്തിരിക്കേണ്ട ആളുടെ ആ സ്ഥാനത്തിരിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത വേറൊരാൾ ഇരിക്കുകയാണ്. അപ്പോൾ അത് മറ്റാളെ സംബന്ധിച്ചിടത്തോളം അവകാശ നിഷേധമാണ്, കോടതിക്ക് ഇടപെടാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കോ വാറണ്ടോ എന്ന് പറയുന്നത് അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടയുകയാണ് അദ്ദേഹത്തെ. അങ്ങനെ അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടയുകയും ആ സ്ഥാനം ഒഴിവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവിനെയാണ് നമ്മൾ കോ വാറണ്ടോ എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള റിട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറണ്ടോ തുടങ്ങിയ റിട്ടുകൾ പുറപ്പെടുവിക്കാനും ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുമുള്ളതായ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അധികാരത്തെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ അവസാനത്തേതായിട്ട് പറയുന്നത് അതാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ ഒരു അവകാശം കൂടെ വരുമ്പോഴാണ് മുൻപ് പറഞ്ഞ അവകാശങ്ങൾക്കൊക്കെ വാല്യൂ, അതിന് വിലയുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹാർട്ടാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ സോളാണ്, ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്, ഇന്ത്യൻ ഭരണഘടന സത്താണ്, ഹൃദയമാണ് എന്നൊക്കെ പറയാനുള്ള കാരണം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യാം.